ആരോ സ്പോർട്സ് അക്കാദമി ശ്രീകണ്ഠപുരത്ത് പ്രവർത്തനം ആരംഭിച്ചു. ശ്രീകണ്ഠപുരം ചേപ്പറമ്പിൽ പുത്തനംകവലയിലാണ് അക്കാദമി പ്രവർത്തനം ആരംഭിച്ചത്. ആരോ സ്പോർട്സ് അക്കാദമിയുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് സജീവ് ജോസഫ് MLA നിർവഹിച്ചു. നാട്ടിലെ യുവാക്കളെയും നാടിനെയും സ്നേഹിക്കുന്ന ഈ നാടിനോടുള്ള പ്രതിബദ്ധതയാണ് അവരുടെ ഈ ഒരു മഹാസംരംഭത്തിലൂടെ അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളോട് ഈ നാട് കടപ്പെട്ടിരിക്കുന്നു. ഈ സ്ഥാപനം എല്ലാ കുട്ടികൾക്കും നമ്മുടെ യുവാക്കൾക്കും അവർക്ക് നേരിന്റെ വഴിയിലേക്ക് സഞ്ചരിക്കാനുള്ള വലിയൊരു മാർഗമായി ഇത് മാറട്ടെ. ശ്രീകണ്ഠപുരം നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ KV ഫിലോമൻ ടീച്ചർ അധ്യക്ഷയായി. ഡോക്ടർ അബ്ദുൽ കബീർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കൗൺസിലർ KJ ജോണി, ശ്രീകണ്ഠപുരം നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം VP നസീമ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ശ്രീകണ്ഠപുരം യൂണിറ്റ് പ്രസിഡന്റ് BP ബഷീർ, വ്യാപാരി വ്യവസായി സമിതി പ്രസിഡന്റ് K ഗോപി, പ്രമോദ് നെടിയേങ്ങ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു. മലയോര മേഖലയിൽ കായിക രംഗത്ത് പുത്തൻ ഉണർവേകുന്ന സ്ഥാപനമായിരിക്കും ആരോ സ്പോർട്സ് അക്കാദമി എന്നും ഇപ്പോൾ ബാഡ്മിന്റൺ ഗെയിംസിനായി ഒരുക്കിയിരിക്കുന്ന സൗകര്യങ്ങൾക്ക് പുറമെ ഭാവിയിൽ മറ്റ് സ്പോർട്സ് മേഖലകളിലേക്കും ഇതിന്റെ നിർമ്മാണങ്ങൾ വ്യാപിപ്പിക്കുമെന്നും ആരോ സ്പോർട്സ് അക്കാദമി ഡയറക്ടേഴ്സ് പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട രണ്ട് സുഹൃത്തുക്കളുടെ ഏറ്റവും വലിയൊരു സ്വപ്ന പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണ്. അതിവിശാലമായിട്ടുള്ള ഒരു ബാഡ്മിൻ്റൺ കോർട്ട്. ഒരുപക്ഷെ അവരുടെ ചെറുപ്പകാലത്ത് തൊട്ട് തന്നെയുള്ള സ്പോർട്സിൻ്റെ എല്ലാ മേഖലകളിലും ഉൾക്കൊണ്ട് അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തും അതിൽ സ്പോർട്സിൽ ഇൻവോൾവ് ആയിട്ടും കളിക്കുന്ന രണ്ട് ചെറുപ്പക്കാരാണ്. ക്രിക്കറ്റ് ആയിക്കോട്ടെ, ഫുട്ബോൾ ആയിക്കോട്ടെ, ബാഡ്മിൻ്റൺ ആയിക്കോട്ടെ, ചെറുപ്പം തൊട്ട് ഈ സ്പോർട്സ് തലങ്ങളിൽ ഏറ്റവും ഉയർന്ന രീതിയിൽ ചിന്തിക്കുന്ന രണ്ട് ചെറുപ്പക്കാരാണ്. ഇന്ന് അവരുടെ സ്വപ്ന പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ അവരുടെ പല ആശയങ്ങളും അവർ പങ്കുവെക്കുമ്പോൾ അവരെ അഭിനന്ദിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതൊരു ബിസിനസ് ടൈപ്പ് പദ്ധതിയല്ല, മറിച്ച് നമ്മുടെ ഈ മലയോര മേഖലകളിൽ നമ്മൾക്ക് കിട്ടാത്ത ഒരു പ്രാക്ടീസ് ആ മക്കളിലേക്ക് എത്തിക്കുക എന്ന് വെച്ചുകൊണ്ട് തന്നെയാണ് അവർ ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. ഒപ്പം ഇതോടൊപ്പം തന്നെ ബാഡ്മിൻ്റണിൽ ഒന്നിച്ച് സ്വിമ്മിംഗ് പൂള് കോച്ചിങ് ക്യാമ്പ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ക്രിക്കറ്റ് കോച്ചിങ് ക്യാമ്പ് വരുന്നുണ്ട്, ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പ് വരുന്നുണ്ട്. ഒരു തുടർ പദ്ധതി നമ്മുടെ ഈ മലയോര മേഖലയ്ക്ക് ഈ സ്പോർട്സ് അക്കാദമി ഒരു മുതൽക്കൂട്ടാവുന്ന രീതിയിലേക്കാണ് ഇവർ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാം, നമ്മുടെ ഈ ചുറ്റുപാടുള്ള കുട്ടികൾക്ക് ഏറ്റവും നല്ല ശാസ്ത്രീയമായ രീതിയിലുള്ള ഒരു പഠന സൗകര്യം അവർക്കിവിടെ ലഭിക്കും എന്നുള്ള രീതിയിൽ നമ്മുടെ നാട്ടുകാർക്ക് നമുക്ക് ഒരു സന്തോഷമുള്ള ഒരു വാർത്തയാണ്.